ദേവേന്ദുവിന്റെ മരണകാരണം എന്താണെന്ന് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി മുങ്ങി മരണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിരുന്നു, അതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ്. അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ആ സംസ്കാര ചടങ്ങിനുള്ളത്. ഒരുപക്ഷെ ആ കുടുംബം ആ അച്ഛനും അമ്മയും സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആ നാട് അവളെ സ്നേഹിക്കുന്നുണ്ട്. അത്രമേൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള ഒരു യാത്രയായിപ്പാണ് അവർ, വികാരനിർഭരമായ ഒരു യാത്രയായിപ്പാണ് ആ കുഞ്ഞിനെ ഇപ്പോൾ ആ നാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ അവളെ സ്നേഹിച്ച, അവൾ 2 വർഷക്കാലം അവളെ കണ്ട അവിടെയുള്ള പ്രിയപ്പെട്ടവർ അവളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനമെന്ന് പറയാനില്ല, പക്ഷെ ആ പ്രദേശത്തുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഉറ്റവർ, പ്രിയപ്പെട്ടവർ വളരെ പ്രയാസപ്പെടുകയാണ്. അവിടെ നിന്ന് AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്തായാലും കുഞ്ഞിന്റെ അച്ഛനെയും അമ്മയെയും അവിടേക്ക് കൊണ്ടുവരില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് പെട്ടെന്ന് കടക്കാൻ തന്നെയായിരിക്കുമല്ലേ തീരുമാനം? അതെ ഹിമ, ഏതായാലും ഇനി അധികം താമസം അങ്ങനെയെങ്കിൽ ഉണ്ടാകില്ല. അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല എന്ന ഒരു അറിയിപ്പ് ഇവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പോഴും ഇവർ പ്രതീക്ഷിക്കുന്നത് അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ കൊണ്ടുവരുമെന്നുള്ളതാണ്. ഏതായാലും അതിലൊരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഔദ്യോഗികമായി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് തന്നെ അധിക നേരം ഇങ്ങനെ പൊതുദർശനം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 5 മണിയോടുകൂടി സംസ്കാരത്തിന് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോഴും കരഞ്ഞ് തളർന്ന ആളുകളിങ്ങനെ ഇരിക്കുകയാണ്. അവൾക്ക് അന്തിമ ഉപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പലരും എത്തുന്നുണ്ട്. ഇപ്പോഴും അവരുടെ അടുത്ത ബന്ധുക്കളും അതോടൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുന്നവർക്കെല്ലാം തന്നെ കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിന് തൊട്ട് താഴ്വശത്തുള്ള അവരുടെ കുടുംബ വീടിനോട് ചേർന്നാണ് സംസ്കാരത്തിന് വേണ്ടിയുള്ള സംസ്കാര ചടങ്ങുകൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അടുത്ത ബന്ധുക്കൾ, പിന്നെ അവിടെ ആ പ്രദേശത്തെ താമസിക്കുന്നവരാണ് ആ ദേവേന്ദുവിന് അവസാന യാത്രയ്ക്കായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. ആ കുഞ്ഞിൻ്റെ ചേച്ചിയെ ചേർത്ത് പിടിക്കുകയാണ് അവിടെയുള്ള നാട്ടുകാർ.